കാലത്ത് വൈദ്യുതി മന്ത്രിയുടെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ വൈദ്യുതി മന്ത്രി പത്രക്കാരോട് നടത്തിയ അഭിപ്രായ പ്രകടനം വളരെ അധികം ഇഷ്ടപ്പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ ലോഡ് ഷെഡിങ്ങിൻ്റെ കുറിച്ച് പത്രക്കാർ ചോദിച്ചു. അപ്പോൾ അതിന് മന്ത്രി മറുപടി പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്. അതായത് ലോഡ് കൂടുന്നതിനനുസരിച്ചാണ് ഇത് കട്ട് ഓഫ് ആവുന്നത്. അത് കട്ട് ഓഫ് ആവുകയും പിന്നീട് ഓൺ ആവുകയാണ് ചെയ്യുന്നത്, അല്ലാണ്ട് കരുതി കൂട്ടി ചെയ്യുന്നതല്ല. അത് കറക്റ്റാണ്. അതായത് ഒരു ട്രാൻസ്ഫോമർ സ്ഥാപിക്കുന്നത് ആ ഭാഗത്തെ ലോഡ് മറ്റൊന്ന് നോക്കിയാണ്. അപ്പോൾ പല വീടുകളിലും ലോഡ് കൂടുതലായിട്ട് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിസിറ്റി ബോർഡിൽ പറയാത്ത സാധനങ്ങളും കുറേ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഉപയോഗിക്കുന്നത് വഴി ഈ ട്രാൻസ്ഫോമറിന് ലോഡ് കൂടി വരികയാണ്. അപ്പോൾ അവിടെ ഓരോ വീടുകളിൽ എന്തെല്ലാം സാധനങ്ങൾ ഉപയോഗിക്കണമെന്ന് അത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിക്കേണ്ടതാണ്. അങ്ങനെ അറിയിക്കുമ്പോൾ അവർ ആ ട്രാൻസ്ഫോമറിൻ്റെ കപ്പാസിറ്റി വർദ്ധിപ്പിക്കും. ഇത് ഒന്നുമില്ലാണ്ട് പലരും സൂത്രത്തിൽ പല ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുന്നത് വഴിയാണ് ഇങ്ങനെ കട്ട് ഓഫ് ആവുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ഓഫ് ആവുന്നുണ്ടെങ്കിൽ അതിന് കാരണം അവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അപ്പോൾ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ, അവിടെ കൂടുതൽ ലോഡ് ആവശ്യമുണ്ടെങ്കിൽ അത് ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ച് അവിടുത്തെ ട്രാൻസ്ഫോമർ മാറ്റിപ്പിക്കേണ്ടതാണ്. അല്ലാത്ത പക്ഷം കട്ട് ഓഫ് ആവും. പിന്നത്തെ എന്നെ ചിന്തിപ്പിച്ച ഒരു മറുപടി ഇതൊന്നുമല്ല. അതായത് പത്രക്കാർ ചോദിക്കേണ്ടായി, ഭാവി പ്ലാനിങ്ങിൽ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും പുതിയ പദ്ധതി വൈദ്യുതിക്കായിട്ട് ചെയ്തോന്ന് ചോദിച്ചു. അപ്പോൾ അതിന് മന്ത്രി പറഞ്ഞ മറുപടി വളരെ കറക്റ്റാണ്. അതായത് എന്തെങ്കിലും പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പരിസ്ഥിതിവാദികൾ വന്ന് അത് തടസ്സപ്പെടുത്തും. അതിനെക്കുറിച്ചാണ് സൂചിപ്പിച്ചത്. ഇപ്പോൾ ചാലക്കുടിയിലായാലും വൈദ്യുതി പദ്ധതി പ്ലാൻ ചെയ്തു, അത് റെഡി ആയി വരുമ്പോഴേക്കും പരിസ്ഥിതിവാദികൾ കോർട്ടിൽ പോയി അവിടെ പോയി ഇവിടെ പോയി അത് തടസ്സപ്പെടുത്തി. അതുപോലെ ഏത് സ്ഥലത്ത് പോയാലും ഒന്നോ രണ്ടോ പേര് ഈ പരിസ്ഥിതിവാദികൾ ഇത് തടസ്സപ്പെടുത്താനായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ ഇങ്ങനെ ഒരു പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുക. ഈ പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ ആന ചാവുമെന്നോ അല്ലെങ്കിൽ പുലി ചാവുമെന്നോ അവർക്ക് വെള്ളം കിട്ടില്ലെന്നോ അല്ലെങ്കിൽ അവരൊക്കെ വെള്ളപ്പൊക്കം വന്ന് ചത്തുപോകുന്നു, ഇതിങ്ങനെ നുണപ്രചരണങ്ങൾ നടത്തിയാണ് പല പദ്ധതികളും ഈ പരിസ്ഥിതിവാദികൾ ഈ തടസ്സപ്പെടുത്തുന്നത്. ഇപ്പോൾ അടുത്ത് തന്നെ ഈ വയനാട് ഭാഗത്ത് ഒരു ചുരം ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡിയായി വരുന്ന സമയത്ത് രണ്ടോ മൂന്നോ പരിസ്ഥിതിവാദികൾ സുപ്രീം കോടതി വരെ പോയി. പക്ഷേ സുപ്രീം കോടതിയിൽ നിന്ന് ഇത് തുരങ്കപാത ഉണ്ടാക്കാനുള്ള അനുമതി പോലെ തന്നെയാണ് കിട്ടിയത്. അത് സ്റ്റേ ചെയ്തില്ല സുപ്രീം കോടതി. അപ്പോൾ പല ആൾക്കാരും ഇതിനു വേണ്ടി ഇങ്ങനെ നടക്കുന്നുണ്ട്. അത് ഈ തുരങ്കപാത വന്നു കഴിഞ്ഞാൽ അവിടുത്തെ എത്ര ആൾക്കാർക്ക് എത്ര പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ട് സാധിക്കും. എത്ര കിലോമീറ്റർ വ്യത്യാസപ്പെട്ട് ചുരുങ്ങി കിട്ടുന്നു. അപ്പോൾ ഈ പദ്ധതി വന്നു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും മെച്ചമുണ്ട്. പക്ഷേ ഒന്നോ രണ്ടോ പേര് മതി അത് തടസ്സപ്പെടുത്താൻ. ഇതേപോലെ തന്നെയാണ് പല പദ്ധതികളും. ഏതെങ്കിലും പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞാൽ അത് തടസ്സപ്പെടുത്താൻ വേറൊരാളുണ്ടാവും. ഇങ്ങനെയാണ് കേരളത്തിൻ്റെ അവസ്ഥ. അത് മന്ത്രി പറഞ്ഞത് വളരെ സത്യാവസ്ഥയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് പത്രപ്രവർത്തകരോടും ചോദിച്ചു, എന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ഇതിനൊരു ക്യാമ്പയിൻ, എന്തെങ്കിലും ക്യാമ്പയിൻ നടത്തിയോന്ന് ഇങ്ങനെ ഈ പരിസ്ഥിതിവാദികൾ നടത്തുന്നതിന്. അപ്പോൾ അവർക്ക് മിണ്ടാട്ടം മുട്ടിപ്പോയി. വളരെ നല്ല കാര്യമാണ് മന്ത്രി പറഞ്ഞത്.